ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദാ ആരാധന 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 നാദാ ആരാധന. തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, അതിമോദം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദാ ആരാധന 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 നാദാ ആരാധന. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അങ്ങ് സത്യമായും ദൈവമാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുകയും അവയ്ക്ക് പരിഹാരം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ പരിത്രാണം ചെയ്യപ്പെട്ട ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും ആത്മീകവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകണമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈ തിരുവോസ്തിയിൽ ഞങ്ങളുടെ മുൻപേ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു.
അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കുമായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോനാഥ, അങ്ങയുടെ സ്നേഹം അതിരറ്റതാണ്. എന്തുമാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണല്ലോ ഈ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞങ്ങൾക്ക് നൽകിയത്. ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങയുടെ ആ വലിയ സ്നേഹം, അങ്ങയുടെ വലിയ ഹൃദയം ഞങ്ങളുടെ മുൻപിലുണ്ട്. ഈ അപ്പത്തിൽ ഞങ്ങൾ അങ്ങയെ കാണുന്നു, അങ്ങയുടെ സ്നേഹം ദർശിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഈശോനാഥ, എപ്പോഴും അങ്ങയോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനുള്ള പ്രചോദനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. തുറന്ന ഹൃദയത്തോടുകൂടി അങ്ങയെ സ്വീകരിക്കുവാനും തുറന്ന മനസ്സോടുകൂടി അങ്ങയെ ഉൾക്കൊള്ളുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഈശോനാഥ, അങ്ങ് എത്രയോ വലിയവനാണ്. അങ്ങെല്ലാം സൃഷ്ടിച്ചവനാണ്. സകലത്തിൻ്റെയും ഉറവിടം അങ്ങിൽ നിന്ന് തന്നെയാണ്. ഇത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ നാഥനും രക്ഷകനും ദൈവവുമായി അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോനാഥ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം സ്നേഹത്തോടുകൂടി ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് മാത്രമാണ് സത്യദൈവം. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജീവൻ. അങ്ങ് മാത്രമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ എല്ലാം. ഈശോനാഥ, ഇന്നത്തെ ഞങ്ങളുടെ ഈ ആരാധനാ പ്രകരണങ്ങളെയെല്ലാം അങ്ങ് സ്നേഹപൂർവ്വം സ്വീകരിക്കണമേ. ഈശോയെ, അങ്ങേക്ക് ഞങ്ങളെല്ലാറ്റിനുമായി നന്ദി പറയുന്നു. അങ്ങയെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയുടെ വികാരങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഈ ആരാധനയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ നന്ദി പ്രകടനങ്ങളെ സ്വീകരിക്കണമേ. ഈശോനാഥ, ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ അങ്ങയെ ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് തന്നെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയെ ആരാധിക്കുമ്പോഴാണല്ലോ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. ഓരോ ആരാധനാ പ്രകരണത്തിനും പ്രത്യുത്തരമായി ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാം. ഈശോനാഥ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ പ്രകാശത്തെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ ഉൾക്കാഴ്ചകളെയും ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ നൽകിയ ഈ ഭൂമിയെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ഭൂമിയിലെ സകല സൃഷ്ടികളെയും ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ശ്വസിക്കുവാൻ വായു നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഭക്ഷണം നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ധരിക്കുവാൻ വസ്ത്രം നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കുവാൻ പാർപ്പിടം നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരിയേറെ ദൈവിക ജ്ഞാനം നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ബുദ്ധിശക്തി നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ശരീരത്തെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനസ്സിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മാവിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകിയ ഓരോ ദിവസത്തെയും ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇത്രയും വർഷക്കാലം അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ സഹോദരങ്ങളെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരിയേറെ അയൽവാസികളെ നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ആരാധനാ സമൂഹത്തെ നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്കൊരു ദേവാലയം നൽകിയതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഒത്തിരിയേറെ വ്യക്തികളെ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ നല്ല വിശ്വാസമുള്ള കുടുംബങ്ങളാക്കിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രൈസ്തവ വിശ്വാസം നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ കൂദാശകൾ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ വചനം നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് അനുകരിക്കുവാൻ നല്ല മാതൃക നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹം മുഴുവനും ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പാടുപീഡകൾ സഹിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉയർത്തെഴുന്നേറ്റതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് മാമോദീസ എന്ന കൂദാശ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തൈരിലേപനം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ അൾത്താരയിലെ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ അങ്ങയെ മുഴുവനായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസം നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരിയേറെ സ്നേഹം നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോനാഥ, ഞങ്ങൾക്ക് ഒത്തിരിയേറെ അങ്ങയെ ആരാധിക്കുവാൻ കാരണങ്ങളുണ്ട്. കാരണം എല്ലാത്തിൻ്റെയും കാരണം അങ്ങ് തന്നെയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അങ്ങ് തന്നെയാണ്. അങ്ങയെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങയെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആകയാൽ സകല പ്രപഞ്ചവും മനുഷ്യകുലം മുഴുവനും അങ്ങയെ മാത്രം ആരാധിക്കണം. അങ്ങയെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്ന ആരാധനാ കീർത്തനങ്ങൾ അങ്ങ് സ്വീകരിക്കണമേ. ഇപ്പോൾ നമുക്ക് ആരാധനയുടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ ഈശോയെ സ്തുതിക്കാം. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ യേശു തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ യേശു ഇത്ര ചെറുതാകാൻ എത്ര വളരണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ യേശു.
വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഈശോനാഥ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുന്നു. അങ്ങയിലൂടെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനും പൂർണ്ണത ലഭിക്കുന്നത് അങ്ങയുടെ പൂർണ്ണതയിൽ നിന്നാണ്. ആകയാൽ അങ്ങയുടെ പൂർണ്ണതയിൽ നിന്നുള്ള ദാനങ്ങളും വരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ ഇടവക സമൂഹത്തെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും യാചനകളും പ്രാർത്ഥനകളും സ്വീകരിക്കുന്നവനാണല്ലോ. ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ഈ ഇടവകയിലെ ഓരോ കുടുംബത്തിൻ്റെയും യാചനകളും പ്രാർത്ഥനകളും, നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ അഭ്യർത്ഥനകളും പ്രാർത്ഥനകളും, ഈ രൂപതയുടെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും കത്തോലിക്ക സഭയുടെയും മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ്റെയും എല്ലാ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഈശോയെ ഇപ്പോൾ അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയമായ സ്വർഗീയമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങ് സാധിച്ചു തരുമെന്ന് ഞങ്ങൾക്കറിയാം. ആകയാൽ ആ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഈശോനാഥ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. ഈ ഇടവക സമൂഹത്തിൻ്റെ കേന്ദ്രബിന്ദു അങ്ങാണ്. അങ്ങയെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ചെലവഴിക്കുന്നത്. ആകയാൽ ഞങ്ങളുടെ അർത്ഥനകളും പ്രാർത്ഥനകളുമെല്ലാം അങ്ങ് സ്വീകരിച്ച് അതിന് ഉത്തരമരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ യാചനാ പ്രാർത്ഥനയ്ക്കും ശേഷം
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എന്ന ഈരടി നമുക്ക് ആലപിക്കാം. ഈശോനാഥ, ഞങ്ങളുടെ ഈ ഇടവകയിലെ ഓരോ കുടുംബത്തിനും അതിലെ ഓരോ അംഗത്തിനും ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഈശോനാഥ, സാമ്പത്തിക വിഷമതകളിൽ നിന്നും ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്നും ഈ ഞങ്ങളുടെ ഇടവക അംഗങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും അവർക്ക് സമൃദ്ധി നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഈശോനാഥ, ഈ ഇടവകയിൽ ഞങ്ങളോടൊപ്പം സേവനമനുഷ്ഠിക്കുന്ന സന്യാസിനി സമൂഹത്തെയും ഓരോ സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഈ ഇടവകയിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ച പുരോഹിതരെയും സന്യസ്തരെയും ഈ ഇടവകയിൽ സേവനം ചെയ്തു പോയ എല്ലാ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഈശോനാഥ, ഈ ഇടവകയിലുള്ള രോഗികൾ, ആസന്ന മരണർ എന്നിവരെ കാത്തു പരിപാലിക്കണമെന്നും പാപവഴികളിലും അപകട സാഹചര്യങ്ങളും ചരിക്കുന്നവരെ നേരായ മാർഗത്തിലൂടെ നയിക്കണമെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഈശോയെ, വിദ്യാഭ്യാസം, തൊഴിൽ, കൃഷി, സേവനം തുടങ്ങിയ രംഗങ്ങളിൽ അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും കാവൽ മാലാഖയുടെ സംരക്ഷണം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുവാനും തെറ്റിദ്ധാരണകളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കുവാനുമുള്ള വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. സാമ്പത്തിക വിഷമതകളിലും ദാരിദ്ര്യ ദുഃഖങ്ങളിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കുവാൻ ഏവരെയും സന്നദ്ധരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഈശോനാഥ, ഇപ്പോൾ ഞങ്ങളെ പ്രത്യേകമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ആകുലതകളിൽ നിന്നും മോചനം നൽകണമെന്നും
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഈശോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ടു. അവിടുന്നാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. അവിടുന്നാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഈശോയുടെ ചിറകിൻ കീഴിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേക സംരക്ഷണമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ മുഴുവനും ഈശോയുടെ തണലിൽ വസിക്കുന്നു, സംരക്ഷിതരാണ്. അവിടുന്ന് എന്തുമാത്രം സ്നേഹത്തോടെ നമ്മളെ കാത്തു പരിപാലിക്കുന്നു. ഒരു പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നമ്മുടെ ദൈവമായ ഈശോ നമ്മളെ സംരക്ഷിക്കുന്നു. ഇതുവരെ സംരക്ഷിച്ചു പോന്നു, ഇനിയും സംരക്ഷിക്കും. ആ സംരക്ഷണത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ഒരു സംരക്ഷണത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട്, പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ 57-ാം സങ്കീർത്തനം ഏറ്റുചൊല്ലാം. സങ്കീർത്തനം ആവർത്തിക്കുക. ദൈവമേ, ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് കടന്നു പോകുവോളം കടന്നു പോകുവോളം ഞാൻ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ അത്യുന്നതനായ ദൈവത്തെ ദൈവത്തെ ഞാൻ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എല്ലാം എല്ലാം ചെയ്തു തരുന്ന ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ദൈവത്തെ തന്നെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് സഹായമയച്ച് എന്നെ രക്ഷിക്കും. എന്നെ രക്ഷിക്കും. എന്നെ എന്നെ ചവിട്ടി മെതിക്കുന്നവരെ മെതിക്കുന്നവരെ അവിടുന്ന് അവിടുന്ന് ലജ്ജിപ്പിക്കും. ലജ്ജിപ്പിക്കും. ദൈവം ദൈവം തന്റെ തന്റെ കാരുണ്യവും കാരുണ്യവും വിശ്വസ്തതയും വിശ്വസ്തതയും അയച്ചു തരും. അയച്ചു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, അങ്ങ് അങ്ങ് ആകാശത്തിനുമേൽ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ അങ്ങയുടെ മഹത്വം മഹത്വം ഭൂമിയിലെങ്ങും ഭൂമിയിലെങ്ങും നിറയട്ടെ. നിറയട്ടെ. അവർ അവർ എന്റെ എന്റെ കാലടികൾക്ക് കാലടികൾക്ക് വലവിരിച്ചു. വിരിച്ചു. എന്റെ എന്റെ മനസ്സിടിഞ്ഞു പോയി. മനസ്സിടിഞ്ഞു പോയി. അവർ അവർ എന്റെ വഴിയിൽ എന്റെ വഴിയിൽ കുഴി കുഴിച്ചു. കുഴികൾ കുഴിച്ചു. അവർ തന്നെ അവർ തന്നെ അതിൽ പതിച്ചു. അവയിൽ പതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഹൃദയം എന്റെ ഹൃദയം അചഞ്ചലമാണ്. അചഞ്ചലമാണ്. ദൈവമേ, ദൈവമേ, എന്റെ ഹൃദയം എന്റെ ഹൃദയം അചഞ്ചലമാണ്. അചഞ്ചലമാണ്. ഞാൻ ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. അങ്ങയെ പാടി സ്തുതിക്കും. ഞാൻ ഞാൻ അങ്ങയെ അങ്ങയെ പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഹൃദയമേ, എന്റെ ഹൃദയമേ, ഉണരുക. ഉണരുക. വീണയും വീണയും കിന്നരവും കിന്നരവും ഉണരട്ടെ. ഉണരട്ടെ. ഞാൻ ഞാൻ പ്രഭാതത്തെ ഉണർത്തും. പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. കൃതജ്ഞതയർപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ജനതകളുടെ ഇടയിൽ ജനതകളുടെ ഇടയിൽ ഞാൻ ഞാൻ അങ്ങയെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത അങ്ങയുടെ വിശ്വസ്തത
മേഘങ്ങളോളവും വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയുടെ ആശീർവാദവും അനുഗ്രഹവും ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും
മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാം മിശിഹാതൻ ദിവ്യനിളം വാഴ്ത്തിടുവിൻ വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാം കന്യകരൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.